സർ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞൊരു വർഷമാണ് 2025. അപ്പോൾ ഈ ബിസിനസ്സുകാര് ഈ ഒരു കൊല്ലം ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? 2025 എന്നുള്ളത് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന, നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് 2025. ഈ അവസരത്തിൽ ബിസിനസ്സുകാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സുകാർ പൊതുവെ പൈസ ജനറേറ്റ് ചെയ്യുന്നതിൽ, സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്കായിരിക്കും. ആ സമയത്ത് മറന്നു പോകാൻ സാധ്യതയുള്ള, എൻ്റെ തന്നെ കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, നമ്മൾ റവന്യൂവിൽ വല്ലാതെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ക്രോസ് ചെക്കിംഗ് കൂടി ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. 2025 അത്തരമൊരു ക്രോസ് ചെക്കിംഗ് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ പല പ്രോഡക്ട്സ് ഉണ്ടാവും, പല സർവീസസ് ഉണ്ടാവും, അങ്ങനെ പല ആ, രീതിയിൽ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പല കസ്റ്റമേഴ്സ് ഉണ്ടാവും നമുക്ക്. ഇവരെല്ലാം സസൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചിട്ട് അതിന് നമുക്ക് വേണ്ടത് ഡേറ്റയാണ്. പ്രോപ്പർ ഡേറ്റ നമ്മൾ ജനറേറ്റ് ചെയ്യുക കൂടി ചെയ്യണം. അതിൻ്റെ ബേസിൽ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെയാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സർവീസസ്, എന്തൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, നമ്മളുടെ ടൈമും അതുപോലെ തന്നെ എനർജിയും അതുപോലെ പൈസയും കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സും സർവീസസൊക്കെ നമുക്ക് ഉണ്ടാവാം. അതുപോലെ ഡെഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടാവാം. അതുപോലെ പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ, ചില ആളുകൾ പേയ്മെൻറ്റ് മുടക്കുന്നവരുണ്ടാവും, നമ്മളോട് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാത്തവരുണ്ടാവും, ഡിഫിക്കൽട്ടായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള, നമ്മളുടെ ബ്രെയിൻ എനർജിയും അതുപോലെ നമ്മളുടെ ബിസിനസ് എനർജിയും നമ്മുടെ ടൈമും എല്ലാം വല്ലാതെ കൺസ്യൂം ചെയ്യും. എന്നാൽ പേയ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. അത്തരം ഡിഫിക്കൽട്ടായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം ഒഴിവാക്കാനായിട്ട് ഉള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു ഒപ്റ്റിമൈസേഷൻ. അങ്ങനെ നമ്മളുടെ ക്യാഷ് തിന്നുന്ന, ക്യാഷ് ഈറ്റിംഗ് കൗസ് ആയിട്ടുള്ള, നമ്മളെ ലോസ് ഒരുപാട് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ്, സർവീസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ റവന്യൂ നമ്മൾ കൂടുതൽ കൂട്ടുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു സൈഡിൽ നമ്മൾ എക്സ്പെൻസസ്, ഇതുപോലെ നമ്മൾ റവന്യൂ അതുപോലെ ഡെയിലി ബിസിനസ്സിൽ ഇങ്ങനെ വല്ലാതെ ബിസിയായി നിൽക്കുന്ന സമയത്ത് ചിലവുകൾ ഇങ്ങനെ വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. എങ്കിൽ പോലും നമ്മളുടെ ഈ എക്സ്പെൻസസിനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതിലേക്കൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. കഴിഞ്ഞ 6 മാസമായിട്ട് ഓരോ എക്സ്പെൻസസും എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ. ഫോർ എക്സാമ്പിൾ, നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഫൈനും പെനാൽറ്റിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് സംതിങ് റോങ് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടും. അത്തരത്തിലൊരു റവന്യൂ, അതുപോലെ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതിൽ ആരെയൊക്കെ റീറ്റെയിൻ ചെയ്യണം, ആരെയൊക്കെ ട്രെയിൻ ചെയ്യണം, ആരെയൊക്കെ നിലനിർത്തണം, ആരെയൊക്കെ ഫയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് നമുക്ക് നമ്മളുടെ ആളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 2025 ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്രോത്തിന് വേണ്ടി കുതിച്ചു ചാടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഹോൾഡ് യുവർ ഹോഴ്സസ്. നിങ്ങളുടെ കുതിരകളുടെ കടിഞ്ഞാണൊന്ന് പുറകോട്ട് പിടിച്ച് വലിച്ച് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എടുത്തു ചാടേണ്ടതാണ് ഗ്രോത്തിലേക്ക്. എസ്പെഷ്യലി നിങ്ങൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണ്, അതല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ്, സർവീസ് കൊണ്ടുവരികയാണ്, എന്തുമായിക്കോട്ടെ, എപ്പോഴും വളരെയധികം ആലോചിച്ച് വിലയിരുത്തിയിട്ട് മാത്രമേ അതിലേക്ക് ചാടാൻ പാടുള്ളൂ. കാരണം ഞാൻ എൻ്റെ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു സൈഡിൽ നല്ല പ്രോഫിറ്റ് തരുന്ന പല ബിസിനസ്സുകളും, അതിൽ പല റവന്യൂ സ്ട്രീംസ് ഉണ്ടാവും. അതിനെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് പുതിയൊരു ഐഡിയ വരുമ്പോൾ അത് വളർത്താൻ വേണ്ടി അതിലേക്ക് എടുത്തു ചാടുകയും അവസാനം ആ നല്ല ബിസിനസ്സും പോയി, പുതിയ ഐഡിയയും പോയി, അങ്ങനെ ഒന്നുമല്ലാതായി തീരുന്ന ഒരുപാട് ജീവിതങ്ങളെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ വളരെ ആലോചിച്ച്, നിലവിലുള്ള എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് അതിനെ നല്ല രീതിയിൽ കൺട്രോളിലാക്കി, നല്ല പ്രോഫിറ്റബിൾ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്രോത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അടുത്തൊരു സംഗതി, 2025 നിങ്ങൾ പരിഗണിക്കേണ്ടത് ടെക്നോളജിയാണ്. ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട്
അതിദ്രുതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓരോ ദിവസവും മാറി വരുന്ന ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നിലേക്ക് പോകും. കാലത്തിൻ്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെടുമെന്ന് ആരോ പറഞ്ഞതുപോലെ നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ ചാറ്റ് GPT അതല്ലെങ്കിൽ അതേപോലുള്ള AI ടൂൾസ് എല്ലാം ധാരാളം വന്നു കഴിഞ്ഞു ഇന്ന്. അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജി സംഭവങ്ങളുണ്ട്. നമ്മളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലോൺ അതുപോലുള്ള ബാധ്യതകൾ പരമാവധി തലയിൽ എടുത്ത് വയ്ക്കാതിരിക്കുക. അഥവാ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കളയുക. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്ന 2025 അതിന് ശേഷവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ.